ഗജനും നക്രനും. ഒരു കൊടുമനത്തിൽ വലിയൊരാന ജീവിച്ചിരുന്നു. അവന്റെ പേര് ഗജൻ എന്നായിരുന്നു. ഗജൻ വളരെ ശാന്തനും ദയയുള്ളവനുമായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും അവനെ ഇഷ്ടമായിരുന്നു. ഈ വനത്തിലൂടെ ഒരു വലിയ നദി ഒഴുകിയിരുന്നു. നദിയിൽ നക്രൻ എന്ന ഒരു മുതലയുമുണ്ടായിരുന്നു. നക്രൻ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. അവന് കൂട്ടുകാരുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഗജൻ നദിയിൽ വെള്ളം കുടിക്കാൻ വന്നു. അപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. നക്രൻ നദിയുടെ കരയിലേക്ക് കയറാൻ പാടുപെടുകയായിരുന്നു. കര വളരെ ഉയരത്തിലായിരുന്നു. ഗജന് നക്രനെ സഹായിക്കാൻ തോന്നി. പക്ഷേ മുതലകൾ അപകടകാരികളാണെന്ന് അവനറിയാമായിരുന്നു. എന്നിട്ടും നക്രന്റെ വിഷമം കണ്ടപ്പോൾ അവന് സഹതാപം തോന്നി. മുതലേ, നിനക്ക് സഹായം വേണോ? ഗജൻ പതിയെ ചോദിച്ചു. നക്രൻ അത്ഭുതപ്പെട്ടു. ഒരു ആന തന്നോട് സംസാരിക്കുന്നത് അവൻ ആദ്യമായിട്ടായിരുന്നു. അതെ, ഈ കരയിലേക്ക് കയറാൻ എനിക്ക് കഴിയുന്നില്ല, നക്രൻ മറുപടി പറഞ്ഞു. ഗജൻ തന്റെ തുമ്പിക്കൈ നക്രന് നേരെ നീട്ടി. എന്റെ തുമ്പിക്കൈയിൽ പിടിച്ചു കയറിക്കോളൂ. നക്രൻ ശ്രദ്ധയോടെ ഗജന്റെ തുമ്പിക്കൈയിൽ പിടിച്ചു. ഗജൻ മെല്ലെ അവനെ കരയിലേക്ക് വലിച്ചുകയറ്റി. നക്രൻ സുരക്ഷിതമായി കരയിലെത്തി. വളരെ നന്ദി ഗജൻ, നക്രൻ പറഞ്ഞു. നീ എന്നെ സഹായിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നുമുതൽ അവർക്കിടയിൽ ഒരു പുതിയ സൗഹൃദം തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഗജൻ നദീതീരത്തെ ചെളിയിൽ കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും അവന് പുറത്തുവരാൻ കഴിഞ്ഞില്ല. നക്രൻ ഇത് കണ്ടു. അവൻ വേഗത്തിൽ ഗജന്റെ അടുത്തേക്ക് നീന്തിയെത്തി. നക്രൻ തന്റെ ശക്തമായ വാലുപയോഗിച്ച് ചെളിയിലെ തടസ്സങ്ങൾ നീക്കി ഗജന് പുറത്തുവരാൻ വഴിയൊരുക്കി. ഗജൻ പതിയെ ചെളിയിൽ നിന്ന് പുറത്തുവന്നു. നന്ദി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഗജൻ പറഞ്ഞു. നീ എന്നെ രക്ഷിച്ചു. അന്നവർ ഒരു കാര്യം മനസ്സിലാക്കി. വലുപ്പമോ രൂപമോ അല്ല സൗഹൃദത്തിനു പ്രധാനം. ദയയും സ്നേഹവുമാണ് ഏറ്റവും വലിയ ശക്തി.